എന്റെ ദൈവമേ, ആദ്യം മാറിയിട്ടില്ല. അതാണ് ഹാപ്പി ആണോന്നാ വല്ലാത്ത ജീവിതത്തിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ലിംസി എന്ന് പറയുന്ന വീട് ലിംസി ആണല്ലേ? ബാങ്കിൽ നിന്നായിരുന്നേ, ഒരു ലോണിന്റെ അടവ് പെൻഡിങ് ആയിരുന്നു, അപ്പൊ ചോദിക്കാൻ വേണ്ടി വന്നായിരുന്നു. എവിടെ ലിംസി എന്ന് പറയുന്നത്? ഒരു മിനിറ്റ്, ഞാൻ ബാങ്കിൽ നിന്നായിരുന്നേ ലോണ് അടവ് തെറ്റിണ്ടായിരുന്നേ. നമുക്ക് പക്ഷെ പേയ്മെന്റ് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് മെസ്സേജ് എന്തെങ്കിലും വന്നിട്ടുണ്ടാവില്ലേ? പക്ഷെ ഇതുവരെ അടച്ചതൊന്നും നമുക്ക് പെൻഡിങ് ആയിരുന്നു. അപ്പൊ അത് ചോദിക്കണം. നമുക്ക് ഇവിടെ നിന്ന് ആളിവിടെ ഉണ്ടോ എന്നുള്ളത്. അല്ലല്ല, അല്ല ആ മാഡത്തിന്റെ പേര് ലിംസി എന്ന് പറയുന്ന. ജസ്റ്റ് അവരൊന്ന് വിളിക്കും, ഞാൻ ഇതൊന്ന് ചെയ്തിട്ട് പോകാനായിരുന്നു. അല്ല പെൻഡിങ് ആയിരുന്നു, അപ്പൊ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കണം, എന്താ പെൻഡിങ് എന്നുള്ളത് ചോദിക്കണം. അവരിനെ ഒന്ന് വിളിക്കോ? മാഡത്തിനെ ഒന്ന് പുറത്തേക്ക് വരാൻ പറ്റും? എനിക്ക് കുറച്ച് വേറെ പോകാനുണ്ടായിരുന്നേ. അല്ല ഞാൻ അല്ല അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാൻ വേണ്ടിട്ടാണല്ലോ നമ്മൾ വരുന്നത്. ആ ശരി, ഞാൻ ഇവിടെ വന്നതിന് ഒരു സൈൻ ഉണ്ടായിരുന്നു, അത് നിങ്ങളൊന്ന് ചെയ്തു തന്നെ ഞാൻ പോയിക്കോളാം. അല്ല നമുക്കത് ഇവിടെ വന്നതിന് തെളിവൊന്ന് വേണമായിരുന്നു. ശരി, എന്തായാലും അതിലൊന്ന് സൈൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ. ആണോ? അല്ല ഞാൻ അതിന്റെ ആ ഒരു പേപ്പർ സൈൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നു എന്നുള്ളതിന്റെ ഞാൻ ഇവിടെ വന്നു എന്നുള്ളതിന്റെ ഒരു ഹാപ്പി ബർത്ത്ഡേ. ലോൺ എടുത്തേനെ ഇതാരാ ഡീലിംഗ് ചെയ്ത പണിയാണോ? ഡീലിംഗ് ചെയ്ത പണിയാണോ? ദൈവമേ, പേടിച്ചു. ഒന്ന് പേടിപ്പിക്കാൻ പറഞ്ഞു. ആള് തന്നെയാണ് ഈ ഐഡിയ പറഞ്ഞു തന്നത്. ഒരു സാധനം കൂടി ഉണ്ട്. ഓക്കെ, ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? കൈ വരക്കുന്നുണ്ടോ? അങ്ങനെ തന്നെ. താങ്ക് യു ഡില്ലു. ഓക്കെ, ഹാപ്പി ആണോന്നാ വല്ലാത്ത ജീവിതത്തിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. എന്റെ ദൈവമേ, ഓളെന്ന് പറഞ്ഞ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചിട്ട് ചെയ്ത സന്തോഷം എങ്ങനെ അറിയിക്കുന്നു ഇതിലൂടെ? മോളുടെ അടുത്ത് സന്തോഷമൊന്നും പറയാൻ അറിയിക്കാൻ പറ്റില്ല, അത്രയും സന്തോഷമായി എല്ലാവർക്കും. അല്ല എന്താ പറയണ്ടെന്ന് മമ്മിക്ക് അറിയില്ല. മാറിയിട്ടില്ല, അതാണ് ആദ്യമായിട്ടുള്ള സർപ്രൈസ്. ഞങ്ങൾ വിചാരിക്കാത്ത കാര്യമെങ്കിൽ ശരി, എന്തായാലും ഹാപ്പി ബർത്ത്ഡേ. വളർന്ന് என்னை தாங்க